അമ്മേ മഹാദേവി. എല്ലാവർക്കും ആത്മോല്ലാസ് എന്ന ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആത്മാവിനെ അറിയുക, ഉണരുക, ഉയരുക, ആയൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവില്ലാത്തവർക്ക് വേണ്ടി, അറിവിനായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, സത്യധർമ്മത്തെ സ്നേഹിക്കുന്നവർക്കായി വേണ്ടി, ജ്ഞാനത്തെ അന്വേഷിക്കുന്നവർക്കായി വേണ്ടി, ഈശ്വരനെ അന്വേഷിക്കുന്നവർക്കായി വേണ്ടി ഈ എളിയ ഒരറിവ് ഏവരിലേക്കും എത്തിക്കുകയാണ്. എല്ലാവരും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുക, അറിയാൻ വേണ്ടി നിലകൊള്ളുക, അറിയാൻ ആഗ്രഹിക്കുക. അറിവാണ് എല്ലാറ്റിനും ഉയർച്ച നൽകുന്നത്, അറിവാണ് എല്ലാറ്റിനും വളർച്ച നൽകുന്നത്. അത് തളർച്ച കൂടാതെ എല്ലാവരെയും ഉയർത്തുകയും വളർത്തുകയും ചെയ്യും. അറിവില്ലാതെ പോകുമ്പോൾ ഒരുപാട് തളരുകയും താഴുകയും ചെയ്യും. ഏതായാലും ചെറിയൊരു അറിവുമായി ഏവരുടെയും മുമ്പിലേക്ക് ഈ ആത്മോല്ലാസ് എന്ന ഈ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഏവരിലേക്കും എത്തിക്കുന്നു. ഏവരും ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ വളരെ ആദരവപൂർവം, സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടിയും, സ്നേഹിക്കുകയും ബഹുമാനത്തോടു കൂടിയും ഒരുപാട് ഇഷ്ടത്തോടു കൂടിയും ആരാധിക്കുന്ന, ജന്മം നൽകിയ അമ്മയെയും പിതാവിനെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട്, ഞാൻ ആരാധിക്കുന്ന, എന്നിൽ കുടികൊള്ളുന്ന, ഏവരിലും കുടികൊള്ളുന്ന ആ മഹാത്മാവിനെ, മഹാസത്യത്തെ, ദേഹിയായി നിലകൊള്ളുന്ന, എല്ലാവരും കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആ ശക്തി ചൈതന്യം തൻ്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആയതിൻ്റെ ആത്മചൈതന്യത്തെ അനുഭവിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് എവരുടെയും തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ശ്രീ പാർവതി പരമേശ്വര തൃപാദത്തിങ്കൽ നമസ്കരിച്ചുകൊണ്ട്, ഏവരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട്, ഏവരിലും നല്ല അറിവ് വളർത്തുകയും ഉയർത്തുകയും ചെയ്യട്ടെ. ആയതിലൂടെ മനുഷ്യകുലം നന്മയിലൂടെ വളരട്ടെ, ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, സത്യത്തെയും ധർമ്മത്തെയും സ്നേഹത്തോടുകൂടി ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പകർത്തുമാറാകട്ടെ. ആയതിനു വേണ്ടി ശ്രമിക്കുകയും ആയതിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഏവർക്കും മുന്നോട്ട് പോകാനായിക്കൊണ്ട് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന, എന്നിൽ കുടികൊള്ളുന്ന ആ മഹാദേവി, എല്ലാവരിലും കുടികൊള്ളുന്ന മഹാദേവി എല്ലാവരിലും ഉണരട്ടെ. ആയതിൽ നിന്നുകൊണ്ട് എല്ലാവരും ഉയരട്ടെ. തളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, ഉയരത്തിലേക്ക് ഉണരട്ടെ. അമ്മേ മഹാദേവി, ഏവരെയും ഉയർത്തണം, വളർത്തണം. തളർച്ച കൂടാതെ, തളർച്ചയിൽ നിന്നും എല്ലാവരെയും അമ്മയെ ഒരുപാട് ഉയർത്തണം. ഏവർക്കും ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് അറിയില്ല എങ്കിലും പറഞ്ഞു തുടങ്ങുകയാണ്. തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം, മാപ്പാക്കണം. എളിയ ഈ അറിവ് വെച്ചുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് തുടങ്ങണം എന്ന് വിചാരണ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ അതിനുള്ളൊരു ആത്മധൈര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ചെറിയ രീതിയിലുള്ളൊരു അനുഗ്രഹം എന്നിൽ കൊണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ എന്നെ പ്രകാരം ഒന്ന് ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയത് ഞാൻ വിശ്വസിക്കുന്ന എന്നിൽ കുടികൊള്ളുന്ന ആ മഹാത്മാവ് തന്നെ, മഹാദേവി തന്നെയാണ് ഇത് പ്രേരിപ്പിക്കുന്നത്. എന്തെങ്കിലും നല്ലത് ആർക്കെങ്കിലും അറിയുവാനായിക്കൊണ്ട് ഉപകരിക്കുന്നുവെങ്കിൽ ആ മഹാത്മാവിൽ നിന്നുള്ള അറിവാണെന്നറിയുക. എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുള്ള വാക്കുകൾ വന്നെങ്കിൽ പൊറുക്കണം. അത് എന്നിൽ നിന്നുള്ള അജ്ഞാനമാണെന്നറിയണം. എന്തിനെക്കുറിച്ചും അറിയാനായിക്കൊണ്ട് ആഗ്രഹിക്കണം. അവനവനെ തന്നെ പഠിക്കണം. അവനവനെ തന്നെ അറിയണം. അറിയാൻ ആഗ്രഹിക്കുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. നമ്മൾ മറ്റൊന്നിനെക്കുറിച്ചല്ല പഠിക്കേണ്ടത്. ആദ്യം നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പഠിക്കണം. ഓരോരുത്തരെ പറ്റിയും പഠിക്കണം, അറിയണം. കൊണ്ട് ആഗ്രഹിക്കണം. എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവിനോടായിക്കൊണ്ട് പറയണം, എനിക്ക് നല്ലതറിയുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകണം, നല്ലത് തേടുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകണം, ആയതിനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. ഞാൻ ദുർഗുണങ്ങളിൽ നിന്നും എനിക്ക് മുക്തി നൽകുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. എന്നിൽ സൽഗുണങ്ങൾ പ്രസരിപ്പിക്കണം. അമ്മേ മഹാദേവി, നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. അമ്മേ മഹാദേവി, നല്ലത് കാണുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. അമ്മേ മഹാദേവി, നല്ലത് ചെയ്യുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. അമ്മേ മഹാദേവി, നല്ലത് പറയുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, നല്ല വായു ശ്വസിക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. അമ്മേ മഹാദേവി, നല്ല ഭക്ഷണം കഴിക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, തുടക്കം നല്ലതായിത്തീരണം. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, നല്ലതായി നിലകൊള്ളുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം വേണം. ഇത് കേൾക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കണം. തന്നിൽ തന്നെയാണ് എല്ലാറ്റിൻ്റെയും അറിവ് കുടികൊള്ളുന്നത്. അത് ഒളിവിലാണെന്നേ നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ ഒളിഞ്ഞിരിക്കുന്നത് എന്താണോ ആയതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ആരും ആഗ്രഹിക്കാത്തത് കൊണ്ട് അതെന്നും അങ്ങനെ ഒളിവിൽ തന്നെ നിലകൊള്ളുന്നു. നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടും കേട്ടിട്ടും നിലകൊള്ളുന്ന ആ ശക്തി തന്നെയാണ് എല്ലാറ്റിനും കാരണം. തന്നെ ശിക്ഷിക്കുന്നതും തന്നെ രക്ഷിക്കുന്നതും താൻ തന്നെയെന്ന് തിരിച്ചറിയണം. എന്നിൽ കുടികൊള്ളുന്ന ആ ശക്തി തന്നെയാണ് എല്ലാം എന്ന് തിരിച്ചറിയണം. ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ആയതിന് സൽഗുണമായി എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ദുഷ്കർമ്മ ഫലത്തിനെ ആ ദുഷ്കർമ്മ ഫലം എനിക്ക് തിരിച്ചു നിന്ന് എന്നെ അനുഗ്രഹിക്കുന്നതും ആ മഹാത്മാവ് തന്നെ എന്നറിയണം. നല്ലതിനായിക്കൊണ്ട് ജീവിക്കണം. എല്ലാവരെയും മനുഷ്യനാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധവും കഴിവും നമ്മളിൽ വളർത്തിയെടുക്കണം. ഞാനാകുന്ന ഈ ദേഹവും എന്നിൽ കുടികൊള്ളുന്ന ആ ദേഹിയും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയണം. ആ ദേഹി ഒന്ന് വേറെയല്ല, ഞാനൊന്ന് വേറെയല്ല എന്നറിയണം. ഞാൻ തന്നെയാണ് ആ ദേഹി എന്നറിയണം. ഞാനാണ് എന്തിനും ഏതിനും കാരണമായി നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിയണം. എല്ലാവർക്കും പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളുണ്ടെങ്കിൽ ഓർക്കണം. എല്ലാവർക്കും ഒരാത്മ നമസ്കാരം. നന്ദി.